CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാം. ED അന്വേഷണം തടയണം എന്ന CMRLന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്പം മുൻപ് തള്ളി. സുപ്രീം കോടതിയെ സമീപിക്കും വരെ ഇടക്കാല ഉത്തരവ് തുടരണമെന്ന CMRLന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നതതല യോഗം കൊച്ചിയിൽ ചേരുകയാണ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല ഈ കേസെന്നും ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നതുമായിരുന്നു CMRLന്റെ വാദം. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയ കേസിൽ തുടക്കത്തിൽ തന്നെ വാദം തുടരുന്നതിന് മുൻപ് തന്നെ ആ ഉത്തരവ് റദ്ദ് ചെയ്യണം, അത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം CMRL മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസ് അന്വേഷിക്കാനുള്ള അധികാരമുണ്ടെന്നും അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുമാണല്ലോ ഡിവിഷൻ ബെഞ്ചിന്റെ പച്ചക്കൊടി കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത്? എന്താണ് കോടതി ഉത്തരവിന്റെ പ്രധാന ഭാഗം? നിലവിൽ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. പക്ഷേ CMRL മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും കോടതി അംഗീകരിച്ചില്ല. CMRL പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം, EDക്ക് ഒരു ECR രജിസ്റ്റർ ചെയ്ത് മറ്റു നടപടിയിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായും അതിനൊരു FIR, പ്രെഡിക്കേറ്റ് ഒഫൻസ് ആയിട്ടുള്ള ഒരു FIR വേണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു FIR ഇല്ല എന്നാണ് CMRL വാദിച്ച പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോടതി പറഞ്ഞൊരു കാര്യം, FIR വേണമെന്ന് നിർബന്ധമില്ല. FIR ഇല്ലാതെ തന്നെ, ഷെഡ്യൂൾഡ് ക്രൈം ഇല്ലാതെ തന്നെ നിലവിൽ EDക്ക് അന്വേഷണവുമായി സിവിൽ നടപടികൾ ഒക്കെയായി മുന്നോട്ട് പോകാം. അപ്പോൾ ആ സാങ്കേതികത്വം നിലനിൽക്കില്ല എന്ന് കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി തള്ളിയത്. അത് CMRLനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളിയ ഘട്ടത്തിൽ അവർ ഡിവിഷൻ ബെഞ്ചിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. നീതി നിഷേധം സിംഗിൾ ബെഞ്ചിൽ ഉണ്ടായെന്നും അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ വാദങ്ങളൊന്നും തന്നെ, സിദ്ധാർത്ഥ ലൂത്ര കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളൊന്നും തന്നെ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. ED പറഞ്ഞ കാര്യങ്ങൾ, അതായത് ED മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉത്തരവ്, അതായത് സിംഗിൾ ബെഞ്ച് പറഞ്ഞ ഉത്തരവ് തള്ളാൻ മറ്റു മതിയായ കാരണങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് CMRLന്റെ അപ്പീലിനെ തള്ളിയിരിക്കുന്നത്. ആ അപ്പീലിനെ തള്ളിയതിന് പിന്നാലെ തന്നെ കൊച്ചി ED ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുണ്ട്. ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയാകുക. ഒന്ന്, ഈ CMRL അതോടൊപ്പം തന്നെ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എങ്ങനെ എന്ന് ആലോചിക്കും. മറ്റൊന്ന്, ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് റെയ്ഡിന് പോയ ED ഉദ്യോഗസ്ഥർക്ക് ആക്രമണം ഏൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ കേസടക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി ED എന്ത് തുടർ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ED ഇതിൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന്. അതടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകും. EDയുടെ ഉദ്യോഗസ്ഥർക്ക് പുറമെ EDയുടെ അഭിഭാഷകരും ഈ യോഗത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി യോഗം ചേരും, അതിനുശേഷം അഭിഭാഷകരുമായി യോഗം ചേരും. അങ്ങനെ ഈ CMRL എക്സാലോജിക് ഇടപാടിന്റെ അടുത്ത തലത്തിലെ അല്ലെങ്കിൽ അടുത്ത ഘട്ട അന്വേഷണത്തിലേക്ക് ED പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട കാര്യം. വിഷ്ണു, അതായത് അതിവേഗം തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാൻ പോകുന്നു. അതിന്റെ ആലോചനാ യോഗമാണല്ലോ അടിയന്തരമായി ഇപ്പോൾ കൊച്ചിയിൽ ചേരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇനി തുടർ നടപടികളുടെ ഭാഗമായി വീണയെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്കായിരിക്കുമോ ED കടക്കുക? സൂചനകളുണ്ടോ അതിന്റെ? നമുക്ക് മുൻപിൽ ഒരു ഉദാഹരണം തന്നെ ഉണ്ട്. അതായത് ഈ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ED 12 ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ കേസ് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അന്വേഷണം തുടരാമെന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ED ഈ പരിശോധനയുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ തന്നെ വീണ തൈക്കണ്ടി അടക്കമുള്ള ആളുകൾക്ക് സമൻസ് അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ED എത്തിയിരുന്നു. പക്ഷേ അതിനിടയിലാണ് CMRL അപ്പീൽ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത്. പിന്നീട് ഈ അപ്പീൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി പറഞ്ഞു, CMRLന് എതിരെ വിധി വരുന്നതിന് CMRLനെതിരെ തുടർ നടപടികൾ പാടില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. പക്ഷേ മറ്റാളുകൾക്കെതിരെ ആകാമെന്ന് പറഞ്ഞു. എന്നാൽ പോലും ED അതിന് വെയിറ്റ് ചെയ്തു. അതായത് കോടതിയുടെ ഉത്തരവ് വരട്ടെ, അതിനുശേഷം ഇതിലെ പൂർണ്ണ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന ആ ഉത്തരവ് ഇന്നെത്തി. അത് EDക്ക് അനുകൂലമായ ഉത്തരവാണ്. സ്വാഭാവികമായും വീണ തൈക്കണ്ടി അടക്കമുള്ള ആളുകൾക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തിക്കുക എന്നുള്ളതാണ് EDയുടെ അടുത്ത നടപടി. അത് എപ്പോൾ വേണം, എങ്ങനെ വേണം എന്ന കാര്യത്തിൽ മാത്രമാണ്. CMRL എക്സാലോജിക് കേസിൽ സുപ്രധാനമായ മറ്റൊരു വിധി കൂടി
ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നു. ഈ കേസ് ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ല, അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാനുള്ള അധികാര പരിധി ഇഡിക്കില്ല എന്നതായിരുന്നു CMRLന്റെ വാദം. ആ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെക്കും വിധമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസ് അന്വേഷണത്തിൽ ഇനി മുന്നോട്ട് പോകാം. തുടർ നടപടികൾ എന്ത് വേണം എന്നത് ആലോചിക്കാൻ വേണ്ടിയുള്ള അടിയന്തര യോഗം കൊച്ചിയിൽ ചേരുകയാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ. അതിനുശേഷം അഭിഭാഷകരുമായും ഉദ്യോഗസ്ഥർ സംസാരിക്കും. അതിനെ തുടർന്നായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അതിന്റെ ഭാഗമായി വീണ ടി എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെടെയുള്ളവരിൽ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള സത്വര നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എന്നാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.